ഹലോ എവരിവൺ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരുതുന്നത് അല്ലെ പരിഗണിക്കുന്നത് ആരെയാണ്? പലർക്കും പല ഉത്തരവായിരിക്കും അല്ലെ. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, അപ്പൻ അല്ലെങ്കിൽ അമ്മ, മക്കള്, അങ്ങനെ പല പല ഉത്തരങ്ങൾ. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ കരുതുന്നതിനെ കുറിച്ച്, നിങ്ങളെ ഒന്ന് പരിഗണിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ കരുതുക, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ്, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനായിട്ട് പഠിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നും. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു 5 മിനിറ്റ് എടുത്ത് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊഴികെ ബാക്കി എല്ലാവർക്കും സ്ഥാനം കൊടുക്കാനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ യാതൊരു താല്പര്യവും നമ്മൾ കാണിക്കാറുമില്ല. അതിനൊന്നും നമ്മൾ ശ്രമിക്കാറുമില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് അല്ലെ. എന്നാൽ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മൾ സഹായിച്ചല്ലേ, പരിഗണിച്ചവരും കരുതിയവരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ചൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു കരുതൽ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് നമ്മൾ സമയം മാറ്റി വെക്കാതെയൊക്കെ വരുമ്പോൾ പല പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഒരു റിഗ്രറ്റിന്റെ ഒരു അവസ്ഥയിലൂടെ നമ്മളെല്ലാ മനുഷ്യരും കടന്നു പോകും അല്ലെ. കുറച്ച് വളർന്നു കഴിയുമ്പോഴാണ്, ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്നതിന് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എല്ലാവരും തന്നെ ജീവിതത്തിൽ ചിന്തിച്ചു പോകാറുണ്ട്. അല്ല എങ്കിൽ നമ്മൾ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ഓർക്കും, ചെറുപ്പകാലത്തായി യൗവനത്തിൽ ഞാൻ ചെയ്തു പോയ കുറെ തെറ്റുകൾ, അതൊന്നും അങ്ങനെയല്ലായിരുന്നു, അല്ലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു പശ്ചാത്താപത്തിന്റെ കണികകൾ കിടപ്പുണ്ടായിരിക്കും. ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ ഒന്ന് പരിഗണിക്കാനും സ്നേഹിക്കാനും സമയം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാവുമ്പോൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്ന ഈ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു അവസ്ഥയിലൂടെ ജീവിതത്തിൽ നമുക്ക് കടന്നു പോകാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനിയും എങ്ങനെയാണ് നമ്മൾ നമ്മളെ ഒന്ന് പരിഗണിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്? നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കൺസെപ്റ്റാണ് സെൽഫ് ലവ് അല്ലെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, പരിഗണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പൊതുവിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ അവനവന്റെ കാര്യം നോക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമെന്നാണ്. പക്ഷെ ഇന്ന് കാലം ഒരുപാട് മാറി. ഓരോ തരത്തിലും മനുഷ്യരെ എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ലൈഫിൽ ഒരു വ്യക്തിക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ പരിഗണിക്കാൻ തയ്യാറാകുമ്പോൾ അത് നമ്മളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നമുക്കൊക്കെ ആഗ്രഹിച്ച് അല്ല എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മേഖലകൾ കാണും. ഇവിടെയൊക്കെ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ പറയാറുണ്ട്. ഗോള് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നേറണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അടുക്കിനും ചുറ്റിക്കും ചെയ്യണം എന്നൊക്കെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോയാലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ പരിഗണിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ പരിഗണിക്കുമ്പോൾ, നമുക്ക് വില കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ കൊണ്ടുതരാനായിട്ട് അത് സഹായിക്കുന്നത്. അങ്ങനെ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും ഉണ്ടായെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്ത് തീർക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളിലൂടെ ലക്ഷ്യങ്ങളും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളെ തന്നെ ഒന്ന് പരിഗണിക്കാൻ? തിരക്കേറിയ ജീവിതമാണ് എല്ലാവരുടെയും, കാരണം കാലഘട്ടമൊക്കെ ഒരുപാട് മാറി. എങ്കിലും ഈ വളരെ ചുരുങ്ങിയ നമ്മളുടെ സമയമുള്ള ഈ ബിസി ലൈഫിൽ എങ്ങനെ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാമെന്ന് നോക്കാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, കണ്ണാടി നോക്കി നമ്മളെ നോക്കി ഒന്ന് ചിരിക്കാൻ തയ്യാറാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കുഴപ്പമല്ലെ, പോരായ്മ എന്താന്ന് പറയും, നമ്മളെ പരമാവധി ദ്രോഹിക്കാവുന്നിടത്തോളം നമ്മൾ ദ്രോഹിക്കും. പറയുമ്പോൾ പലർക്കും അത് അത്രമാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ എത്രമാത്രം നമ്മൾ ദ്രോഹിക്കാനായിട്ട് നമുക്ക് പറ്റുമോ അത്രത്തോളം നമ്മൾ ദ്രോഹിക്കും. എങ്ങനെയൊക്കെയാണ് നമ്മളെ ദ്രോഹിക്കുന്നതെന്ന് അറിയാമോ? ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഒട്ടും വിശ്രമിക്കാതെ നമ്മൾ കഴിയുന്നിടത്തോളം, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ഞാൻ ഓടും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ വീഴുന്ന ഒരു അവസ്ഥ വരെ പോകും അല്ലെ. അത്രത്തോളം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവും. ഇവിടെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയല്ലേ അത്.
അതിന്റെ സ്ഥാനത്ത് നമുക്ക് വേണ്ട വിശ്രമം ആവശ്യത്തിന് എടുക്കുക, മടുത്തു കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, നമുക്ക് സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ തയ്യാറാവുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ പരിഗണിക്കാൻ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി. നല്ല തിരക്കായിരിക്കും എപ്പോഴും, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും തിരക്കാണ്. എങ്കിലും ഒന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിക്കാനായിട്ട് തയ്യാറാവുക. ഒരു ഗുഡ് മോർണിംഗ് നമ്മളെ തന്നെ നോക്കി ഒന്ന് വിഷ് ചെയ്യാനായിട്ട് തയ്യാറാവുക. നമുക്ക് നമ്മളുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ജീവിതത്തിന്റെ നമ്മുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെ വിഷമ ഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് താങ്ങായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല പ്രശ്നങ്ങളിലും നമ്മൾ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ഉള്ള വിഷമതകൾ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വീണു പോകുന്നത്. എന്നാൽ നേരെ മറിച്ച് എനിക്ക് ഞാനുണ്ട്, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രാപ്തിയുള്ളിടത്തോളം ഞാൻ ചെയ്യും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യവും ഒരു വിശ്വാസവും നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ തളർത്താനായിട്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു 2 or 3 കാര്യങ്ങൾ ആ കണ്ണാടിയിൽ നോക്കി പറയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം കൂട്ടിയെടുക്കാൻ സാധിക്കും. നിങ്ങളൊരു സൗന്ദര്യമുള്ള വ്യക്തിയാണ്, ഐ എം ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് മലയാളമോ ഇംഗ്ലീഷോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ആ കണ്ണാടിയിൽ നോക്കി, നിങ്ങളുടെ ആ കണ്ണാടിയിൽ കാണുന്ന ആ ഇമേജിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുക. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചുമ്മാ അന്നാ ഇങ്ങനെ കേട്ടതല്ലേ എന്നാ അങ്ങനെ പറഞ്ഞേക്കാം, അങ്ങനെ ആവരുത്. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കാണ് ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്കാണ് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ കണ്ണാടിയിൽ നോക്കി ഐ എം ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ദിവസം ഒന്ന് തുടങ്ങി നോക്കിക്കേ. നിങ്ങളുടെ ആ ദിവസം മുഴുവൻ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിവില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒരു ദിവസം തുടങ്ങിയാൽ ചെയ്യാൻ സാധിക്കും. ഇനിയും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നു, ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള പല പല കാര്യങ്ങളും ചെയ്യും. ഓരോ ദിവസവും നമ്മളെ കുറിച്ച് ചിന്തിച്ചാലും നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട്. അത് ഒരു ജോലിക്ക് ഇറങ്ങി പോകേണ്ട വ്യക്തിയാണെങ്കിൽ, അല്ലെ ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്രമല്ല, നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വൃത്തിയോടും വെടുപ്പോടും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ജോലി തീർന്നു കഴിയുമ്പോൾ നമ്മളോട് തന്നെ പറയും, കൊള്ളാം നീ ഏതായാലും നല്ല വൃത്തിക്ക് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ ഒരു സെൽഫ് ടോക്ക്. ആ സെൽഫ് ടോക്കിന് വളരെ പ്രാധാന്യമുണ്ട്. പോസിറ്റീവ് ആയിരിക്കണം നിങ്ങളുടെ സെൽഫ് ടോക്ക്. നമ്മളുടെ സെൽഫ് ടോക്ക് എങ്ങനെയാണ്? എന്നെ ഒന്നിനും കൊള്ളില്ല, ഓ നീ ആ ചെയ്ത കാര്യമേ മോശമായിപ്പോ, ഈ ഒരു രീതിയിലുള്ള സംഭാഷണമാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മളോട് പറയുന്നത്. അത് നമ്മളെ തളർത്തി കളയുന്ന തരത്തിലുള്ള സംഭാഷണം. നേരെ മറിച്ച് പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. എന്ത് തെറ്റുകൾ വന്നാലും എന്ത് വീഴ്ചകൾ വന്നാലും ഇത് സ്വാഭാവികമാണ്, അല്ലെ അടുത്ത തവണ എനിക്ക് മെച്ചപ്പെടുത്താവുന്നേ ഉള്ളൂ, ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് സക്സസിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം എപ്പോഴും വിജയം എന്ന് പറഞ്ഞ ലക്ഷ്യങ്ങളുള്ളവർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതം നമ്മൾ ആയിരിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും നമുക്ക് നയിക്കാൻ സാധിച്ചാൽ, അതൊരു ഹൗസ് വൈഫ് ആണെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്ത് സക്സസ് എന്ന് പറയരുത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ സന്തോഷവും സമാധാനവും സംതൃപ്തി അൾട്ടിമേറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ, അവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയെടുക്കണമെങ്കിൽ അല്ലെ മാറ്റണമെങ്കിൽ നമ്മുടെ ലൈഫ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ഓരോ ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങൾ നേടുമ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അഭിനന്ദിക്കുക. പറ്റുമെങ്കിൽ സ്വന്തം തോളിൽ തട്ടി, ആരും കാണണമെന്നൊന്നുമില്ല, കൊള്ളാം നീ നന്നായിട്ട് ചെയ്തു, വെൽ ഡൺ എന്ന് നമ്മളോട് തന്നെ പറയുക. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നല്ല ഇതിൽ ചെയ്തു എന്ന് നമ്മളോട് തന്നെ ഓരോ ജോലികൾ ചെയ്തു തീർത്തതിന് ശേഷവും നമ്മൾ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനിയും എന്തെങ്കിലും ഒരു പ്രത്യേകമായ നേട്ടം നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ നല്ലൊരു വിജയം, അല്ലെ കോളേജിൽ നല്ല എക്സാമിന് നമ്മൾ നന്നായിട്ട് നല്ല മാർക്കോടെ പാസ്സായി, നല്ല ഹാർഡ് വർക്ക് ചെയ്ത്, അല്ലെ ഓഫീസിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആ വിജയം നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ദിവസം നിങ്ങളെ ട്രീറ്റ് ചെയ്യാനായിട്ട് പരമാവധി വിനിയോഗിക്കുക.
അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ നിങ്ങളൊരു എക്സാമിനാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, സ്റ്റഡി ടൈം ഒക്കെ പരമാവധി വിനിയോഗിച്ചു, എക്സാം നല്ല മാർക്കോടെ പാസ്സായി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിന്റെ റിസൾട്ട് അറിയുന്ന ദിവസം നിങ്ങളെ നല്ല സന്തോഷം ആക്കുന്ന, കാരണം നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് അല്ലെ, മറ്റാരുടെയും പ്രയത്നമല്ല, നിങ്ങളാണ് അവിടെ അധ്വാനിച്ചത്, നിങ്ങൾക്കാണ് അവിടെ പരിഗണന കിട്ടേണ്ടത്, പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണുക, ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോവുക, ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. അപ്പൊ ഇങ്ങനെ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ തന്നെ ഒരു വില മതിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതോടൊപ്പം മുമ്പോട്ട് കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നമ്മളെ നന്നായി പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സന്തോഷം തരുന്ന, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യം മനസ്സിന്റെ ആയാലും ശരീരത്തിന്റെ ആയാലും മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം അല്ലേ. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒന്ന് ഇരുന്ന് ആലോചിക്കുക. എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന അല്ലെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. ഓർഡർ അനുസരിച്ച് എഴുതി വെച്ചതിന് ശേഷം അടുത്തത് ചെയ്യേണ്ടത്, ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് എന്നും ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ കാര്യങ്ങൾ മാസത്തിൽ 1 അല്ല 2 മാസം കൂടുമ്പോഴോ ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നും പറഞ്ഞ് നമ്മൾ തന്നെ ഇതിനെ ഒന്ന് മാറ്റി ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന യോഗ അല്ലെ, എക്സസൈസ്, മെഡിറ്റേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇനി ഞാൻ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന ശീലമുള്ളതാണ്, ഞാൻ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് എന്നെ സ്വയം, എന്റെ ആരോഗ്യം നശിപ്പിച്ച് എന്നെ സ്വയം ഞാൻ ശിക്ഷിക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങൾ നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ എക്സസൈസ് ചെയ്യുന്ന, അപ്പൊ ഇങ്ങനെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇനിയും അല്ലാതെ നമുക്ക് മാസത്തിലോ അല്ലെ ആഴ്ചയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മനസ്സിന് സന്തോഷം തരുന്ന രീതി. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാരാകാം, ഫാമിലിയുടെ ഒക്കെ കൂടെ പുറത്തേക്ക് ഒരു ട്രിപ്പിന് പോവുക, ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് പോകാൻ തയ്യാറാണ്. അപ്പൊ ഇത് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും ലിസ്റ്റില് നമ്മൾ മാറ്റിയും അനുസരിച്ച് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇനിയും ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കാനായിട്ട് തയ്യാറാകണം. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെയധികം പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആകുന്നിടത്തോളം ഓടിക്കഴിഞ്ഞാൽ അധികം ഓടാൻ സാധിക്കില്ല. ഒരുപാട് അസുഖങ്ങളുമായി നമുക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കാര്യത്തിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഒരു സെഡൻഡറി ലൈഫ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല ജോലികളും ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ ചെറിയ പ്രായത്തിൽ ഉണ്ടാകാനായിട്ട് അത് ഇടയാക്കും. അപ്പൊ ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സഹവാസത്തിന് നമ്മൾ മാക്സിമം സമയം മാറ്റി വെക്കുക. നമ്മളൊക്കെ പലപ്പോഴും നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കുറിച്ച്, ചിലവരെ കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാട്, ചിലവരല്ല എല്ലാവരെ കുറിച്ചും നമുക്കറിയാം. ഇന്ന ആളുടെ അടുത്ത് പോയിരുന്ന അന്നത്തെ ദിവസം മുഴുവൻ ശോകമാണല്ലേ, നെഗറ്റീവ് അടിക്കുന്നു. എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ആളുകളുടെ അടുത്ത് പോയിരുന്ന അവര് പറയുന്നു അല്ലെ നമ്മളെ താഴ്ത്തി കിട്ടുന്ന കാര്യം പറയാൻ തയ്യാറാവും. അവിടെ ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല അല്ലെ. നമ്മളുടെ നിയന്ത്രണം നമ്മളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ സഹവാസം എപ്പോഴും എന്തായിരിക്കണം, നല്ലത് പറയുന്ന ആളുകളുമായിട്ട് കൂടുതലും ഇടപെടാനും സമയം മാറ്റി വെക്കാനും തയ്യാറാവുമ്പോൾ അത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ടുതരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എന്നും നമുക്ക് സമയം എപ്പോഴാണോ കിട്ടുന്നത്, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മൊബൈല്, TV അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റിവെച്ച് ഒന്ന് ശാന്തമായിട്ട് നമ്മളുടെ മനസ്സിന് ഒരു ശാന്തത കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകും. ഇതും വളരെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യമാണ്. എപ്പോഴും ബിസി, എപ്പോഴും ഒരുപാട് ന്യൂസുകൾ, കേൾക്കുന്ന ന്യൂസുകളിൽ പലതും നെഗറ്റീവ്. ഇതൊക്കെ നമ്മൾ പോലും അറിയാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്റെ വീട്ടിലല്ലല്ലോ സംഭവിച്ചത്. പക്ഷെ നമ്മൾ പോലും അറിയാതെ പല നെഗറ്റീവുകളും നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും ഒന്ന് ഫ്രീ ആവുക. അതിനധികം സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കയ്യിലിരിക്കുന്ന മൊബൈൽ ഒന്ന് മാറ്റി വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വൈകിട്ടാണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ശാന്തമായിട്ടൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാം, മെച്ചപ്പെടുത്താനുള്ളത് മെച്ചപ്പെടുത്താം, നേട്ടങ്ങൾ ഉണ്ടായെന്ന് നോക്കാം എന്ന് സ്വയം വിശകലനം ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് നമ്മളുടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതെന്തൊക്കെ വിജയകരമായിട്ട് നമ്മൾ പൂർത്തിയാക്കി, ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു, അല്ലെ ഇന്നത്തെ ഉണ്ടായിരുന്ന എക്സാം നന്നായിട്ട് ചെയ്തു, ഓഫീസിൽ ഞാൻ ചെയ്യേണ്ട ജോലികളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു, എന്നെ കൊണ്ട് ഇതിനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കഴിവുകളുണ്ട് എന്ന് പറഞ്ഞു വേണം നിങ്ങൾ ആ ദിവസവും
നിങ്ങൾ ആ ഒരു ഡേയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവസാനിപ്പിച്ച് ഉറങ്ങാൻ പോകേണ്ടത്. അത് നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഈ നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക, അതായത് നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ ഓർക്കും ഇതൊക്കെ വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അത് തുടങ്ങാനും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ നമുക്ക് അല്പം ഡിഫിക്കൽട്ട് തോന്നും. പക്ഷേ നിങ്ങളെ ഒന്ന് പരിഗണിച്ച് നോക്കുക, നിങ്ങളെ ഒന്ന് സ്നേഹിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ, ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം നിരാശയുടെ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും അധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം കാര്യത്തിനാണ്, നിങ്ങളുടെ സ്വന്തം കാര്യത്തിനാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും ഏറ്റവും അധികം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കേണ്ടതും എന്നെ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ ലൈഫ് സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.